നമസ്കാരം. ധനുസ് പി.സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീയാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 03/2026 ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ശരിക്കും ഇത് ഡിഗ്രി പ്രിലിംസിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? ഓപ്ഷൻസ്: കേരള സമാചാരം, ബി കേരള പഴമ, കേരളോൽപ്പത്തി, മലയാള ഭാഷ വ്യാകരണം. ആൻസർ ഓപ്ഷൻ എ ആണ്, കേരള സമാചാരം. കേരള സമാചാരമാണ് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പുസ്തകം അല്ലാത്തത്. കേരള സമാചാരമാണ് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പുസ്തകം അല്ലാത്തത്. അപ്പോൾ കേരള പഴമ, മലയാള ഭാഷ വ്യാകരണം, കേരളോൽപ്പത്തി എന്നിവ എന്താണ്? ജർമ്മൻ മിഷണറിയായ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ രചനകളാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. കേരള പഴമ, മലയാള ഭാഷ വ്യാകരണം, കേരളോൽപ്പത്തി എന്നിവയാണ് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ രചനകൾ. ഓക്കെ, അടുത്ത ചോദ്യം, 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ക്യാപ്റ്റൻ വില്യം കീലിംഗ്. ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ് 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ് 1615 കോഴിക്കോട് വന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? സ്വാതന്ത്ര്യ സമര കാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലി, അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? ആൻസർ എന്താണ്? എം.എൽ. ദിങ്ഗ്ര ആയിരുന്നു. എം.എൽ. ദിങ്ഗ്രയാണ് കഴ്സൺ വില്ലിയെ വധിച്ചത്. എം.എൽ. ദിങ്ഗ്ര ആയിരുന്നു. ഓക്കെ, എന്തിനു വേണ്ടിയായിരുന്നു? ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയായിരുന്നു എം.എൽ. ദിങ്ഗ്രയെ വധിച്ചത്. അദ്ദേഹം ആരായിരുന്നു? ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. എന്നായിരുന്നു? സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു ആര്? കഴ്സൺ വില്ലി. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചു. ആര്? എം.എൽ. ദിങ്ഗ്ര എന്ന വ്യക്തി. നെക്സ്റ്റ് ചോദ്യം, 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ആ രാജാവ്? ആൻസർ ജെയിംസ് രണ്ടാമൻ. 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ജെയിംസ് രണ്ടാമൻ ആയിരുന്നു. അടുത്ത ചോദ്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത് ആരാണ്? ആൻസർ തോമസ് ജെഫേഴ്സൺ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് വ്യക്തി ആരായിരുന്നു? തോമസ് ജെഫേഴ്സൺ ആയിരുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം, 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതായിരുന്നു? നമുക്കെന്തറിയാം? ആൻസർ എന്തായിട്ടറിയാം? ആൻസർ സീൻ നദിയാണ്. ആൻസർ സീൻ നദിയായിരുന്നു. ഓക്കെ, സീൻ നദിയാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിൻ്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? ആൻസർ എന്തായിരുന്നു അത്? ആൻസർ ഓപ്ഷൻ സി ആണ്, റേഡിയോമെട്രിക് റെസൊല്യൂഷനാണ്.
റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്നാണ് പറയും. റേഡിയോമെട്രിക് റെസൊല്യൂഷനാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് അല്ലെ, IIRS അറിയുമോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്, IIRS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്. ഇന്ത്യയിലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അതിൻ്റെ ആസ്ഥാനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം? ഡെറാഡൂണാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ആസ്ഥാനം ഡെറാഡൂണാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ അതായത് NRSC, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ, അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദായിരിക്കും. ഓക്കെ, ഇതെന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ആണ്, IIRS. അതിൻ്റെ ആസ്ഥാനം ഡെറാഡൂണാണ്. ഇത് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. ഓക്കെ, ഇവിടെ സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിങ് ഡിറ്റക്ടറിൻ്റെ സംവേദനക്ഷമത ഏത് സെൻസറിലാണ് വരുന്നത്? ഏത് സെൻസറാണ്? റേഡിയോമെട്രിക് റെസൊല്യൂഷനിലാണ് വരിക അല്ലേ? റേഡിയോമെട്രിക് റെസൊല്യൂഷനിലാണ് വരിക. നമുക്ക് 2 ആസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഡെറാഡൂൺ എന്ന് പറയുമ്പോൾ IIRS ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ആണ്, അത് IIRS. ആസ്ഥാനം ഡെറാഡൂണാണ്. ഇത് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. ഓക്കെ, അടുത്ത ചോദ്യം. മധ്യ ഉയരമേഘങ്ങൾക്ക് 2-8 കിലോമീറ്റർ താഴെ പറയുന്ന ജോഡികൾ ഏതാണ് ശരി? മധ്യ ഉയരമേഘങ്ങൾക്ക് താഴെ പറയുന്ന ജോഡികളിൽ ഏതൊക്കെയാണ് ശരിയായി വരിക? ഏതാണ് ശരി? ആൻസർ എന്താണ് നമുക്ക് പറയാം. ഓപ്ഷൻ സി ആണ്, ആൾട്രോസ്റ്റാറ്റസും ആൾട്രോക്യുമുലസ്. നമുക്കറിയാം സ്ട്രാറ്റസ് മേഘങ്ങളെയും ക്യുമുലസ് മേഘങ്ങളെയും സിറസ് മേഘങ്ങളെയും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ മധ്യ ഉയര മേഘങ്ങൾക്ക് ഏതാണ് വരിക? നമുക്ക് ആൾട്രോസ്റ്റാറ്റസും ആൾട്രോക്യുമുലസുമാണ് അല്ലേ? സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, അതുപോലെ സിറസ് മേഘങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനിടയ്ക്കുള്ളതാണിത്. ആൾട്രോസ്റ്റാറ്റസും ആൾട്രോക്യുമുലസുമാണെന്ത്? മധ്യ ഉയര മേഘങ്ങൾക്ക് 2 to 8 കിലോമീറ്റർ സംഭവത്തിൽ ആ റേഞ്ചിൽ വരുന്നതാണെന്ത്? ആൾട്രോസ്റ്റാറ്റസും ആൾട്രോക്യുമുലസും. ഓക്കെ, അറിയത്തില്ലെങ്കിൽ ഓർത്തെഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധോലാധാർ ശ്രേണി എന്ന് പറയുന്നത് ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക? ഉത്തരം നമുക്കറിയാവുന്ന ഉത്തരം ആൻസർ മധ്യ ഹിമാലയങ്ങളാണ് അല്ലേ? മധ്യ ഹിമാലയങ്ങളിൽ വരുന്ന പരിപാടിയാണെന്ത്? ധോലാധാർ ശ്രേണി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഹിമാലയം എന്ന് പറയുമ്പം എന്താണ് അതിനകത്ത്? സിവാലിക് റേഞ്ച് ഉണ്ട്. സിവാലിക്, ഹിമാലയ അല്ലേ? ട്രാൻസും ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും 3 മെയിൻ ഭാഗമുണ്ട് അല്ലേ? ട്രാൻസ് വരുന്നുണ്ട് ആദ്യം. അപ്പോൾ ഇവിടെ സിവാലിക് എന്ന് പറഞ്ഞ പരിപാടി എന്താണ്? സിവാലിക് ശരിക്കും എന്താണ്? ഹിമാലയത്തിൻ്റെ അല്ലേ തെക്ക് ഭാഗം അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ ഭാഗമാണെന്ത്? ശിവാലിക് എന്ന് പറയാം. നമ്മുടെ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗം, അവിടെ ഏറ്റവും ഉയരം കുറഞ്ഞ ഭാഗം, അതാണെന്ത്? ശിവാലിക് എന്ന് പറയപ്പെടുന്ന ഭാഗം. ഇവിടുത്തെ ചോദ്യം എന്താണ്? ധോലാധാർ ശ്രേണിയാണ്. ധോലാധാർ ശ്രേണി ഹിമാലയത്തിൻ്റെ ഏത് ഡിവിഷൻസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഉത്തരം എന്താണ്? മധ്യ ഹിമാലയങ്ങൾ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശിവാലിക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നതാണെന്ത്? സിവാലിക് എന്നറിയപ്പെടുന്നില്ല. അത് ഉയരം കുറഞ്ഞ ഭാഗമാണ്. അവിടെ ഡൂൺസ് ഒക്കെ കാണപ്പെടുന്ന ഭാഗമാണ് ഇവിടെ ശിവാലിക് ഹിമാലയത്തിലാണ് കാണപ്പെടുക. അടുത്തത് ഗണ്ഡക് നദീ പദ്ധതി സംയുക്തമായി നടപ്പിലാക്കിയത് ഇനി പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? ആൻസർ എന്താണ്? ബീഹാറും ഉത്തർപ്രദേശും. നെക്സ്റ്റ് ചോദ്യം. കേരളത്തിലെ താഴെ പറയുന്ന ഏത് ജില്ലകളാണ് മേസാ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചിട്ടുള്ളത്? എവിടെയാണ് മേസാ ഭൂരൂപങ്ങൾ? ആൻസർ നമുക്കറിയാം ഏതാണ്? കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മേസാ ഭൂരൂപങ്ങൾ വികസിപ്പിച്ചെടുത്തത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മേസാ ഭൂരൂപങ്ങൾ വികസിപ്പിച്ചെടുത്തത്. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിലാസ് മ്യൂസിയം
ബൻചാര വിരാസത് മ്യൂസിയം, ബൻചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ബൻചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയായിരുന്നു? എവിടെയാണ്? ആൻസർ നമുക്കറിയാം, മഹാരാഷ്ട്രയിലായിരുന്നു അല്ലേ? മഹാരാഷ്ട്രയിലാണ് ബൻചാര വിരാസത് മ്യൂസിയം. ബൻചാര വിരാസത് മ്യൂസിയം, ബൻചാര വിരാസത് മ്യൂസിയം മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക. ഇവിടെ ആൻസർ നമുക്ക് എന്ത് പറയാം? ആൻസർ ഇവിടെ ഇല്ല അല്ലേ? ഇതൊന്നുമല്ല എന്നുള്ള ഇവിടുത്തെ ആൻസർ അല്ലേ? ആൻസർ ഇതൊന്നും. പിന്നെ എന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ? ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഏതായിരുന്നു? ഹാരോഡ് ഡോമർ മാതൃക അല്ലേ? ഹാരോഡ് ഡോമർ മാതൃക. ഹാരോഡ് ഡോമർ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എപ്പോഴും. ഹാരോഡ് ഡോമർ മാതൃകയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുക അല്ലേ? ഹാരോഡ് ഡോമർ മാതൃകയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അവിടെ കൃഷിയായിരുന്നു പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഇനിയും രണ്ടാമത്തതായിരുന്നു എന്ത്? മഹലനോബിസ് മോഡൽ. രണ്ടാമത്തതാണെന്ന് എപ്പോഴും മഹലനോബിസ് മോഡൽ. അത് വ്യവസായങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു ഉള്ളത്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ആൻസർ നമുക്കറിയാം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് എന്ത് വന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് അല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്? ഈ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്. ശരിക്കും എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്? ഇയർ പറയാം. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരിക അല്ലേ? RBI വരുന്നത് എന്നാണ്? 1935 ഏപ്രിൽ 1 വരിക അല്ലേ? ഏപ്രിൽ 1 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്? 1935 ഏപ്രിൽ 1 ആയിരുന്നു. അടുത്ത ചോദ്യം, ഒരു രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? ഒരു രൂപ നോട്ടിൽ ആരുടെ ഒപ്പ് ആണുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ധനകാര്യ സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ? ധനകാര്യ സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ധനകാര്യ സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒപ്പാണ് ഒരു രൂപ നോട്ടിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ചോദ്യം, സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ് അല്ലേ? ഇവിടെ ആൻസർ ഇവയൊന്നുമല്ല, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, പക്ഷേങ്കിൽ സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? ശരിക്കും ആരാണ് സർവോദയ പദ്ധതി? ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണൻ സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? ജയപ്രകാശ് നാരായണൻ. വർഷം കൂടി പറയാം, ജയപ്രകാശ് നാരായണൻ. നാരായൺ വർഷം 1950 അല്ലേ? 1950 ഓക്കെ, 50. സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? ജയപ്രകാശ് നാരായൺ. വർഷം 1950 അല്ലേ? ഇവിടെ ഒരു സർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്ന് പറഞ്ഞാൽ അറിയാതെ തന്നെയാണ്, വിശ്വേശ്വരയ്യ തന്നെയാണ് അല്ലേ? സർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ അല്ലേ? അദ്ദേഹം ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ് വിശ്വേശ്വരയ്യ അല്ലേ? അതാണ് സർ മോക്ഷഗുണ്ടം എം വിശ്വേശ്വരയ്യ. സർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ അതാണത് എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ് സർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ, എം വിശ്വേശ്വരയ്യ. ഓക്കെ, അപ്പോൾ ഇവിടെ സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? ജയപ്രകാശ് നാരായണൻ. 1950 ആയിരുന്നു അത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇതിൽ ഏതാണ് ശരി? ആൻസർ ഇത് മൂന്നും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്നു. കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അല്ലേ? അഗ്രികൾച്ചർ കൃഷി, റിസർച്ച്, ഗവേഷണം. അപ്പോൾ കാർഷിക ഗവേഷണ വിദ്യാഭ്യാസത്തിന് കീഴിൽ വരുന്നു. മുമ്പ് ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നറിയപ്പെടുന്നു. 1929 ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ,
അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുമ്പോൾ 1929 സ്ഥാപിക്കപ്പെട്ടത്. 29 ഓർത്ത് വയ്ക്കുക. കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, NBFC എന്നാൽ എന്താണ്? NBFC എന്ന് പറഞ്ഞാൽ എന്താണ്? NBFC എന്താണ്? NBFC എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആണെന്ത്? NBFC. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആണ് എന്ത്? NBFC എന്ന് പറയും. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് NBFC. ഓക്കെ. അടുത്ത ചോദ്യം എല്ലാവർക്കും അത്യാവശ്യം വേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ആൻസർ നമുക്കറിയാം. ഉത്തരം ഏത് തന്നെയായിരുന്നു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുമ്പോൾ നമുക്കറിയില്ല. ഉത്തരം എന്താണ്? ഓപ്ഷൻ സി 42-ാമത്തെയാണ് അല്ലേ. 42nd അമെൻമെൻ്റ് ആണ്. 42ാമത്തേതാണ് ഉത്തരം. 42ാമത്തേതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 44 നമുക്കറിയാം എന്താണ്? സ്വത്തവകാശം മൗലികാവകാശമാക്കി മാറ്റിയ സംഭവം. 86 വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്നില്ലേ. 73 പഞ്ചായത്ത് രാജ് ആക്ടിനൊക്കെ കുറിച്ചും പറയുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? 42ാമത്തെ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കുവാനും സ്ഥിരതാമസമാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നവയിലൂടെ നൽകുന്നു? ഏത് ആർട്ടിക്കിളാണിത്? ഏത് പ്രദേശത്തും താമസിക്കുവാനും സ്ഥിരതാമസമാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉള്ളത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 19(1)(e) ആണ്. ആർട്ടിക്കിൾ 19(1)(e) പ്രകാരമാണ് ഇന്ത്യയുടെ ഏത് പ്രദേശത്ത് താമസിക്കുവാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചുള്ളതാണ്? ആർട്ടിക്കിൾ 19 എന്താണ്? എവിടെയാണ് എന്തുള്ളത്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇല്ലേ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പാണെന്ത്? വകുപ്പ് 19 എന്ന് പറയുന്നത്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പ് ആണേത്? 19 ആണെന്ത്? നമ്മുടെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 19B എന്ന് പറയുന്നത് എന്തായിരിക്കണം? 19(1)(b) എന്തായിരിക്കണം? ആർട്ടിക്കിൾ 19 എന്താണ്? നമ്മുടെ 6 മൗലിക സ്വാതന്ത്ര്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പാണ് 19 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. 19(1)(b) അപ്പോൾ എന്തായിരിക്കണം? അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും നിരായുധരായിട്ട് സമാധാനത്തോടെ നമുക്ക് ഒത്തുചേരാൻ സാധിക്കും. നമ്മൾക്ക് ജനങ്ങൾക്ക് നിരായുധരായിട്ട് സമാധാനത്തോടുകൂടി ഒത്തുചേരാൻ സാധിക്കും എന്ന സ്വാതന്ത്ര്യമാണുള്ളത്. നിരായുധരായിട്ട് സമാധാനപൂർവ്വം നമുക്ക് ഒത്തുചേരാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളതാണ് ഇത് 19(1)(b)യിൽ പറയുക. എന്നാൽ 19(1)(d)യിൽ എന്തായിരിക്കും പറയുക? ഡി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും പറയുക? ഇവിടെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പറയുന്നതാണെന്ത്? 19(1)(d) എന്ന് പറയുക. 19(1) അല്ലേ. ഇവിടുത്തെ നമ്മുടെ ഉത്തരം എന്തായിരുന്നു? ഏത് പ്രദേശത്ത് താമസിക്കുവാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം എന്താണ്? 19(1)(e) ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, അവശിഷ്ടാധികാരങ്ങൾ ആരുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് നമ്മുടെ അവശിഷ്ടാധികാരങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ആർട്ടിക്കിൾ ഏതാ പറയുക? 248 അവശിഷ്ട അധികാരങ്ങൾ ഇല്ലേ. 248 അവശിഷ്ട അധികാരങ്ങൾ ഇല്ലേ. അവിടെ ശരിക്കും ഒരു എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? സൈബർ അധികാരം ഇല്ലേ. സൈബറിൻ്റെയൊക്കെ കാര്യങ്ങൾ അവിടെയാണ് വരിക. സൈബറിൻ്റെ സുരക്ഷ എല്ലാം സൈബറിൻ്റെ കാര്യങ്ങളൊക്കെ അവശിഷ്ട അധികാരങ്ങളിലാണ് വരിക. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? കേന്ദ്ര സർക്കാരിനാണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്ന പ്രകാരം സ്ഥാപിച്ചു. അപ്പോൾ ഏത് പ്രകാരമാണ് ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിതമായത്? ഏത് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് അല്ലേ. ഇന്ത്യ ഗവൺമെൻറ് ആക്ട് 1935. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരമാണ് ഒരു ഫെഡറൽ കോടതി അവിടെ സ്ഥാപിക്കപ്പെട്ടു അല്ലേ. ഫെഡറൽ കോടതി അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഏത് പ്രകാരം?
1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരം അല്ലേ. അതിനുശേഷം എന്തായിട്ട് മാറുന്നു? ഇപ്പോൾ ഇതിപ്പോൾ സുപ്രീം കോർട്ട് എന്നാണ് പിന്നീട് സുപ്രീം കോടതി വരിക. അപ്പോൾ ആദ്യം 35 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരം എന്തുണ്ടായിരുന്നു? ഒരു ഫെഡറൽ കോടതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നമുക്കുള്ളത് സുപ്രീം കോർട്ടുമൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെയാണ്. അടുത്ത ചോദ്യം, 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറയുന്ന ശുപാർശകൾ പരിഗണിക്കുക. അവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 ശരിയാണ്. അതായത് അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകളാണ് നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് സംവിധാനമുള്ള സൃഷ്ടിക്കാൻ ശുപാർശ ചെയ്തു. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളാക്കി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗിക പങ്കാളിത്തം വേണമെന്ന് ശുപാർശ ചെയ്തു. ഓക്കെ, അങ്ങനെ 4 അദ്ദേഹം പറയുന്നത്. 4 പറയില്ല, ഒരെണ്ണം കൂടി വരുന്നുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണത്. ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ഈ ജില്ല എന്ന് പറയുന്നു. അപ്പോൾ 1977 അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകളാണ് പറയുക. അപ്പോൾ നേരത്തെയുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളാക്കി നിർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗിക പങ്കാളിത്തം വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി, ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിലുള്ള ആദ്യ തലമായി ജില്ല മാറുകയും ചെയ്തു. ശരിക്കും അശോക് മേത്ത കമ്മിറ്റിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എല്ലാവർക്കും അറിയുന്നത് പോലെ ആൻസർ നമുക്കറിയാം. എന്താണത്? ജ്ഞാനേഷ് കുമാർ അല്ലേ. ജ്ഞാനേഷ് കുമാർ. വീണ്ടും ആവർത്തിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കഴിഞ്ഞോ? ഭരണത്തിൽ 3 പ്രധാന മാറ്റ സാധ്യതകൾ ICTകൾ നൽകുന്നു. ഏതൊക്കെയാണ് 3 പ്രധാന സാധ്യതകൾ? ഏതൊക്കെയാണ്? സാധ്യത എന്ന് പറയുമ്പോൾ 3 ഇത് തന്നെയാണ്. ഓട്ടോമേഷൻ, ഇൻഫോർമറ്റൈസേഷൻ, പരിവർത്തനം. ഇത് 3 ഭരണത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഒരു ചോദ്യം കൂടി, എക്സിക്യൂട്ടീവ് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ ഉൾപ്പെടുന്നു. എക്സിക്യൂട്ടീവും പാർലമെൻ്ററി, ജുഡീഷ്യറി 3 കാര്യമുണ്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ ഇവ ഉൾപ്പെടുന്നു. ഏതാണ് സംഭവം? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. അതായത് പാർലമെൻ്ററി കമ്മിറ്റികൾ, അതുപോലെ ചോദ്യോത്തര സമയവും 0 മണിക്കൂറും, മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് സമർപ്പിക്കൽ. ഇത് 3 വരിക. 1, 2, 3 അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടം. എക്സിക്യൂട്ടീവ് അല്ലേ, ജുഡീഷ്യറി നിയമം അവിടെ വരുന്നില്ല. അപ്പോൾ എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടം. ഓക്കെ, പാർലമെൻ്ററി കമ്മിറ്റി രൂപീകരിക്കുന്ന സംഭവം വരുന്നു. ചോദ്യത്തിന് സമയവും 0 മണിക്ക്. ലെജിസ്ലേറ്റീവിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് സമർപ്പിക്കാനും ആ സമയത്ത് സാധിക്കുന്നു. ഇത് 3 വരിക. ഈ ഒരെണ്ണം അവിടെയില്ല. ഒരു ക്വസ്റ്റ്യനും കൂടി, NFHSന് ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസി ഏതാണ്? NFHS അതിനെ ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസികൾ ഏതാണ്? നോഡൽ ഏജൻസി ശരിക്കും ഏതാണ്? ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്, IIPS. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് ആണ് IIPS എന്ന ഭാഗം അല്ലേ. നമുക്കിനി ശാസ്ത്രവും സാങ്കേതിക വിദ്യ എന്നൊക്കെയുള്ള ഭാഗത്തൊക്കെ വേണം ചോദിക്കും. അത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ് IIPS. NFHSനെ ഏകോപിപ്പിക്കാനും അതിന് സാങ്കേതിക മാർഗനിർദ്ദേശം നൽകാനുമുള്ള നോഡൽ ഏജൻസി ഏതാണ്? ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് ആണ്. ഓക്കെ, അപ്പോൾ 30 ക്വസ്റ്റ്യൻസേ ഉള്ളതിനകത്ത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.